CUT UG 2026 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്ന കാര്യമായിരുന്നു അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഐക്കർ വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഐക്കർ വഴി അല്ലാതെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് വഴി അല്ലാതെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകൾ, അലൈഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ അഗ്രികൾച്ചർ കോഴ്സുകളാണ് ഐക്കർ വഴി അല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ. ഈ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കമന്റ് ബോക്സിൽ നമ്മുടെ ഐക്കറുമായി ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ അപ്ഡേഷന് വേണ്ടി ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ ഏകദേശം 48ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി, ഏകദേശം 20-22ഓളം യൂണിവേഴ്സിറ്റികളാണ് ഐക്കർ വഴി അല്ലാതെ അഗ്രികൾച്ചർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് സംസാരിക്കാം. അപ്പോൾ ആസാം യൂണിവേഴ്സിറ്റി, ആസാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ഈ ഒരു ആസാം യൂണിവേഴ്സിറ്റിയിൽ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. ഈ നാലില് ഏതെങ്കിലും ഒന്ന് ഇതാണെന്നുണ്ടെങ്കിൽ ആസാം യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ കോഴ്സിന്, ബിടെക് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. BHU വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്. NIRF റാങ്കിൽ ടോപ്പ് 10 വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ്, BSc ഇൻ അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ PCM എഴുതിയിരിക്കണം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ PCB എഴുതിയിരിക്കണം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതിയിരിക്കണം. അതുമല്ലെങ്കിൽ അഗ്രികൾച്ചർ ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BHU തന്നെയാണ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ ഡയറി ടെക്നോളജി. ഇത് അഗ്രികൾച്ചർ അലൈഡ് കോഴ്സുകളാണ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. അഗ്രികൾച്ചർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി ഇൻ ഫുഡ് ടെക്നോളജി ആണ്. ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, അതിന്റെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് BSc MSc പ്രോഗ്രാം ഇൻ എൻവിറോൺമെന്റൽ സയൻസ് ആണ്. ഇതൊരു അഗ്രികൾച്ചർ റിലേറ്റഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്. BSc MSc പ്രോഗ്രാം ഇൻ എൻവിറോൺമെന്റൽ സയൻസ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ 5 ഇയർ കോഴ്സാണിത്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ എൻവിറോൺമെന്റൽ സയൻസ് CVS പേപ്പർ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി പേപ്പർ എഴുതിയിരിക്കണം. മീൻസ് ബയോ കെമിസ്ട്രി ഓർ കെമിസ്ട്രി പേപ്പർ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. EVS അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BSc MSc പ്രോഗ്രാം ഇൻ ബയോടെക്നോളജി ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്ന കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് 4 ഇയർ BSc ഇൻ EVS എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് എനി 3 സബ്ജക്റ്റ് ആണ്. ഇപ്പൊ സയൻസിൽ നമുക്കറിയാം അഗ്രികൾച്ചർ ഉണ്ട്, EVS ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജിയോളജി പേപ്പർ ഉണ്ട്, അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റുകളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ജിയോഗ്രഫി, ഈ പേപ്പറുകളിൽ ഏതെങ്കിലും 3 നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ. പിന്നെ വരുന്ന കോഴ്സാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീരിലാണ്. BSc ഹോണേഴ്സ് ഇൻ ബയോടെക്നോളജി, ഹോണേഴ്സ് വിത്ത് റിസർച്ച് കോഴ്സാണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ബയോളജി എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷയാണ്. അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ആണ്. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ഇവിടെ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് ഫോറസ്ട്രി ആണ്. ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ CU ഒഡീഷയിൽ BSc ഹോണേഴ്സ് ഫോറസ്ട്രിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു BSc ഹോണേഴ്സ് ഫോറസ്ട്രി കോഴ്സിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് CU ഒഡീഷയിലെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബിടെക് ഡയറി ടെക്നോളജി ആണ്. ഇതിന്റെ ഇത് പറയുന്നത് PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PCM നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആണ്. അപ്പൊ ഇത് 4 ഇയർ BSc എൻവിറോൺമെന്റൽ സയൻസ് ആണ്, EVS ആണ് നേരത്തെ പറഞ്ഞ മാതിരി. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ PCM അല്ലെങ്കിൽ PCB എഴുതിയിരിക്കണം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 ഇയർ BSc ബയോടെക്നോളജി ആണ്, ബയോടെക്നോളജി ഹോണേഴ്സ് ആണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ വൺ ഓഫ് ദി ഗുഡ് NIRF റാങ്കിൽ ടോപ്പ് 100 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് CU രാജസ്ഥാൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടി CU രാജസ്ഥാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികളിൽ പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് CU രാജസ്ഥാൻ. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
പിന്നെ വരുന്നത് CU സൗത്ത് ബീഹാർ ആണ്. കുറഞ്ഞ ആൾക്കാരൊക്കെ സൗത്ത് ബീഹാർ പോലുള്ള ജമ്മു പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG PG ഇൻ ബയോടെക്നോളജി. അപ്പോൾ ഈ ഒരു സയൻസ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അലൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ പേപ്പർ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സിൽ പോകാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ബയോളജി എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. CU സൗത്ത് ബീഹാറിൽ നിങ്ങൾ ഈ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG PG ഇൻ എൻവയോൺമെന്റൽ സയൻസ് EVS. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ EVS പേപ്പർ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് പറയുന്നുള്ളത്. സൗത്ത് ബീഹാറിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ ഒരു ബെസ്റ്റ് കോഴ്സാണ് BSc ഹോണേഴ്സ് ബയോടെക്നോളജി. അതിന്റെ BSc ഹോണേഴ്സ് ബയോടെക്നോളജി ആണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി ആൻഡ് കെമിസ്ട്രി. ഈ രണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയമാണ്. ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BSc ഹോണേഴ്സ് ബയോടെക്നോളജി ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയയിൽ BSc ഹോണേഴ്സ് ബയോടെക്നോളജി ആണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് മറ്റൊരു കോഴ്സാണ് BSc ഹോണേഴ്സ് ഫോറൻസിക് സയൻസ് ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് BSc ഹോണേഴ്സ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് HNBG ആണ്, ഹേമാവത് നന്ദൻ ബഹുഗുൻ ഗർവാൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ BSc ഹോണേഴ്സ് ഫോറസ്ട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ PCM എഴുതണം, അല്ലെങ്കിൽ PCB എഴുതണം, അല്ലെങ്കിൽ ABC അഗ്രികൾച്ചർ ബയോളജി കെമിസ്ട്രി, അല്ലെങ്കിൽ PCA ഫിസിക്സ് കെമിസ്ട്രി അഗ്രികൾച്ചർ. ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഏതെങ്കിലും ഒന്ന് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BSc ഹോണേഴ്സ് ഫോറസ്ട്രിക്ക് HNBG യൂണിവേഴ്സിറ്റിയിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ ആണ്. ഹോർട്ടിക്കൾച്ചറൽ കോഴ്സിലേക്ക് സെയിം ക്രൈറ്റീരിയ ആണ്. ഒന്നുകിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതണം, അതും അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് കെമിസ്ട്രി എഴുതണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അഗ്രികൾച്ചർ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BSc ഹോണേഴ്സ് വിത്ത് റിസർച്ച് ലൈഫ് സയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി ഫിസിക്സ് ആൻഡ് ബയോളജി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് HNBG എലിജിബിൾ ആവുന്നതാണ്. ഏകദേശം 4-5 അടുത്ത കോഴ്സുകളാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട അലൈഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് HNBG പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അഗ്രികൾച്ചർ കോഴ്സുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. പിന്നെ വരുന്ന കോഴ്സാണ് BSc ഹോണേഴ്സ് വിത്ത് റിസർച്ച് ലൈഫ് സയൻസ് ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞത് ലൈഫ് സയൻസിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് എഴുതേണ്ടത്. പിന്നെ വരുന്ന BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ. ഇത് നമ്മൾ അവിടുത്തെ അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സ് ഉള്ളത് HNBG. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് PCM ഓർ PCB ഓർ ABC ഓർ PCA. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ ഏതെങ്കിലും ഒന്ന് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നത് IGNT ആണ്. IGNT ഏകദേശം 4 കോഴ്സുകളാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഗ്രികൾച്ചർ ബന്ധപ്പെട്ടുള്ള IGNT പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. IGNT പ്രൊവൈഡ് ചെയ്യുന്ന ലൊക്കേഷൻ ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ ഇതിന്റെ BSc ഹോണേഴ്സ് ബയോടെക്നോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോണേഴ്സ് വിത്ത് റിസർച്ച്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി പേപ്പർ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതിയിരിക്കണം. ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് IGNT. പിന്നെ വരുന്ന BSc എൻവയോൺമെന്റൽ സയൻസ് ആണ് വിത്ത് ഹോണേഴ്സ് റിസർച്ച് ആണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BSc ഹോണേഴ്സ് ഹോം സയൻസ് എന്ന് പറയുന്ന കോഴ്സ്. അതിൽ നിങ്ങൾ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BVOC അഗ്രികൾച്ചർ സയൻസ് ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സാണ് BVOC ഇൻ അഗ്രികൾച്ചർ സയൻസ് എന്ന് പറയുന്നത്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പേപ്പർ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNUവിൽ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BSc പ്രോഗ്രാം ഇൻ ആയുർവേദ ബയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതിൽ നിങ്ങൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി ആൻഡ് ബയോളജി അല്ലെങ്കിൽ മാത്സ് എഴുതണം. ഫിസിക്സ് കെമിസ്ട്രി നിർബന്ധമായിട്ട് എഴുതണം. JNUവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഭാഗ്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അവിടെ ആകെ പ്രൊവൈഡ് ചെയ്യുന്നത് ലാംഗ്വേജ് കോഴ്സുകളാണ്. 25 അടുത്ത് ലാംഗ്വേജ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറയുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അവിടെ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇതിന്റെ മെയിൻലി പറയാനുള്ള ഇതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയയിൽ ഫിസിക്സ് എഴുതണം, അതുപോലെ തന്നെ കെമിസ്ട്രി, ഇത് രണ്ടും നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. കൂടാതെ ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന മിസോറം യൂണിവേഴ്സിറ്റി ആണ്. മിസോറം യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോഴ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BSc ബയോടെക്നോളജി ആണ്. ഇംഗ്ലീഷും ബയോളജി നിങ്ങൾ ഡൊമൈൻ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന BSc EVS എൻവയോൺമെന്റൽ സയൻസ് ആണ്.
അവിടെ തന്നെയാണ് മിസോറം യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ ബയോളജിയും എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി ആണ്, അവിടെ BSc ഇൻ ഫോറസ്ട്രി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബയോളജി പേപ്പർ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് അവിടെ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്ന നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് നെഹു എന്ന് പറയുന്നത്. ഏകദേശം 4ഓളം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. നല്ല വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് മലയാളികളൊക്കെ അവിടെ പോയി പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോണേഴ്സ് ഇൻ BSc ഹോണേഴ്സ് ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. അതിൽ ഇംഗ്ലീഷും ജേർണലിസ്റ്റും നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഹോണേഴ്സ് ഇൻ നെഹുൽ തന്നെയാണ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഹോണേഴ്സ് ഇൻ ബയോടെക്നോളജി ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബയോളജി അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. ഇംഗ്ലീഷും ബയോളജി അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് ഇൻ എൻവിറോൺമെന്റൽ സയൻസ് ആണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ EVS അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് നിങ്ങൾ അഡ്മിഷൻ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് BSc ഹോണേഴ്സ് ഇൻ ഫിഷറീസ് ആണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. വൺ ഓഫ് ദി നമുക്ക് എന്താ പറയാ ഒരുപാട് മലയാളികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. നല്ല അക്കാഡമിക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ ആണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി വൺ ഫ്രം അഗ്രികൾച്ചർ സയൻസ്, ബയോളജി അതുപോലെ തന്നെ ബയോടെക്നോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. അപ്പൊ ഇത്ര ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അഗ്രികൾച്ചർ ഈ 5 ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ഇവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അവിടെ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് എഴുതിയിരിക്കണം, കെമിസ്ട്രി എഴുതിയിരിക്കണം, ബയോളജി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ മാത്സ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിരിക്കണം. പിന്നെ കൂടാതെ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ഇവിടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ എലിജിബിൾ ആവുന്നതാണ്. ഇതൊക്കെയാണ് ഐക്കറുമായി ബന്ധപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഐക്കർ അല്ലാതെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലാതെ അഗ്രികൾച്ചർ റിസർച്ച് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളിത് പ്രധാനമായി മെൻഷൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിത് പറയുന്നുള്ളത്. ഇനിയിപ്പോ ബാക്കിയുള്ള സ്റ്റേറ്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഡീംഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഗ്രികൾച്ചർ സ്കോർ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുന്നതായിരിക്കും. കിട്ടാൻ ചാൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ കൂടുതലുമായി ഇതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേഷന് വേണ്ടി ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.